അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ്, ഫൈൻഡ് ദം. ഇപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ചില ടേംസ് മിസ്സിംഗ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒന്നാമത്തേത് ഫസ്റ്റ് ടേം 24, സെക്കൻഡ് ടേം 42, തേർഡും ഫോർത്തും മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഈ തേർഡും ഫോർത്തും എഴുതണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതണം. കാരണം നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും, സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് വീണ്ടും ആഡ് ചെയ്താൽ നെക്സ്റ്റ് ടേം കിട്ടും. അപ്പോൾ അങ്ങനെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ സീക്വൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ തേർഡും ഫോർത്തും ടേംസ് എഴുതണമെങ്കിൽ നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം അറിയണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? തൊട്ടടുത്ത രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ 42 24 തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് കിട്ടാൻ 42 - 24 ചെയ്താൽ 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സീക്വൻസ് ചെയ്താൻ പറ്റുക. ഫസ്റ്റ് ടേം 24, സെക്കൻഡ് ടേം 42, പിന്നെ 18 ആഡ് ചെയ്യുമ്പോൾ 60 വരും. എഗെയിൻ 80 ആഡ് ചെയ്യുമ്പോൾ 78 വരും. അപ്പോൾ സീക്വൻസ് ആയി. സെക്കൻഡ് വൺ, ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ് 24, 42, ദെൻ മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ തൊട്ടടുത്ത രണ്ട് ടേംസ് അറിയാം, 42ഉം 24 അറിയാം, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എന്ത് വരും? കോമൺ ഡിഫറൻസ് D is equal to 42 - 24, ദാറ്റ് ഈസ് 18. ഓക്കെ, അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം? ഇവിടെ സെക്കൻഡ് ടൈം 24 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 24 നമുക്ക് കിട്ടിയിട്ടുള്ള കോമൺ ഡിഫറൻസ് 18 കുറയ്ക്കണം. അപ്പോൾ 24 24 18 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. 6, 24, 42, ദെൻ 60. നമ്മൾ സീക്വൻസ് ആയി. അടുത്തത് തേർഡ് വൺ, ഫസ്റ്റ് ടു ടേംസ് മിസ്സിംഗ് ആണ്, 24ഉം 42 ഉണ്ട്. ഇവിടെ ഈ ചെയ്ത പോലെ ഡി കിട്ടാൻ 42ൽ നിന്ന് 24 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് 18 കിട്ടും. അപ്പോൾ നമുക്ക് സീക്വൻസ് അങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ തേർഡ് ടേം 24 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 18 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 6 വീണ്ടും 18 കുറയ്ക്കുമ്പോൾ -12 എന്ന് കിട്ടും. അപ്പോൾ സീക്വൻസ് അങ്ങനെ വരും: -12, 6, 24 ആൻഡ് 42. ഫോർത്ത് വൺ, ഫസ്റ്റ് ടേം 24, സെക്കൻഡ് തന്നിട്ടില്ല, തേർഡ് 42, ഫോർത്തും മിസ്സിംഗ് ആണ്. പക്ഷെ നമുക്കൊരു ഡി അറിയണം. ഡി അറിയാൻ എന്താ പ്രശ്നം? എന്താ, നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിൽ നേരത്തെ ചെയ്ത 3 കണക്ക് പോലെയല്ല ഇവിടെ തൊട്ടടുത്ത രണ്ട് ടേംസ് തന്നിട്ടില്ല, കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ടില്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് കൊണ്ട് പഠിച്ചിട്ടുള്ള കാര്യം എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ തേർഡ് ടേം തന്നിട്ടുണ്ട് 42, ഫസ്റ്റ് ടേം 24 ആണ്. അപ്പോൾ ഈ തേർഡ് ടേമിൽ നിന്ന് 24 സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കിവിടെ നാലാമത്തെ അറിയാം, D = 42 - 24. 42 - 24. 42 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്, 24 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ടേം ഡിഫറൻസ് ആയി ബൈ പൊസിഷൻ ഡിഫറൻസ്. അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് 18/2, 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഫോർത്ത് സീക്വൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഫസ്റ്റ് ടേം 24 ആണ്, സെക്കൻഡ് 9 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 33 എന്ന് കിട്ടും. പിന്നെ 42, ദെൻ 51. ഓക്കെ, അപ്പോൾ സീക്വൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ഇതേപോലെ തന്നെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം 24, തേർഡ് മിസ്സിംഗ് ആണ്, ദെൻ 42. അപ്പോൾ നമുക്ക് അവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം? D is equal to 42 - 24 by 4 - 2 അല്ലേ. 42 - 24, 42ൻ്റെ പൊസിഷൻ 4, 24 2, 18/2 9. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഇവിടെ 24 ആണ്. അപ്പോൾ 9 ആഡ് ചെയ്യുമ്പോൾ 33, 42 ഓൾറെഡി തന്നിട്ടുണ്ട്. 24 9 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 15 വരും. പിന്നെ സീക്വൻസ് നമുക്ക് എഴുതാം: 15, 24, 33, 42. സിക്സ്ത് വൺ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, യെസ്.